എന്നിട്ട് സിംഹം പറയുന്നു, എനിക്ക് എല്ലാ ദിവസവും ഒരാളെ കഴിക്കണം. അതിനായി എല്ലാവരും എൻ്റെ ഒരു ഗുഹയുണ്ട്, അവിടേക്ക് വരണം. അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം കൊണ്ട് എല്ലാവരെയും കടിച്ചു കീറി തിന്നും എന്ന് സിംഹരാജാവ് പറയുന്നു. അത് കണ്ട് എല്ലാരും പേടിക്കുന്നു. ആദ്യം സിംഹത്തിൻ്റെ അടുത്ത് വരേണ്ടത് ഈ പാവം ഒട്ടകക്കുട്ടിയായിരുന്നു. അവനെ തിന്നുന്നു. കോഴി വരുന്നു. കോഴി ഭയങ്കര വലിയ കോഴിയായിരുന്നു. സിംഹം അവനെ കടിച്ചപ്പോൾ മൊത്തം തൂവൽ മാത്രമേ ഉള്ളൂ. അതിനകത്തൊരൊറ്റ ഇറച്ചി പോലും ഇല്ല. മൊത്തം എല്ലായിട്ട് തൂവൽ മാത്രം കൊണ്ടിരിക്കുന്ന വലിയ കോഴി അതിൻ്റെ കാലെടുത്ത് വെച്ച് തിന്നുന്നു. അടുത്ത ദിവസം കുതിരയാണ്. അവനെ കണ്ട് സിംഹം ചാടി വന്ന് വീഴുന്നു. പക്ഷെ മൊത്തം തൊലി മാത്രമേ ഉള്ളുവായിരുന്നുള്ളൂ. അതിൻ്റെ തൂവലും എടുത്ത് വെച്ച് കഴിക്കുന്നു. അടുത്തതായി പോവേണ്ടത് ഈ ഒരു മുയൽക്കുട്ടിയായിരുന്നു. അടുത്ത ദിവസം അങ്ങനെ രാത്രിയാകുന്നു, രാവിലെയാകുന്നു. അതുകൊണ്ട് പേടിച്ചു പോയി മുയൽക്കുട്ടി. അത് കണ്ടുവന്ന ആനയും പശുക്കളും മുയലിനെ ആശ്വാസപ്പെടുത്തുന്നു. അങ്ങനെ മുയലിന് പോവേണ്ട സമയമാകുന്നു. അവൻ ആലോചിച്ചു കൊണ്ടാണ് പോകുന്നത്, എങ്ങനെ ഞാൻ രക്ഷപ്പെടാം എന്നോർത്തിട്ട്. അപ്പോഴാണ് അങ്ങ് ദൂരെയായിട്ട് ഒരു കിണർ കാണുന്നത്. കിണറിൻ്റെ അടുത്തേക്ക് പോകുന്നു. അവൻ അവൻ്റെ മുഖച്ഛായ നോക്കുന്നു. അപ്പോഴാണ് മുയലിനൊരു ആശ കിട്ടുന്നത്. അവൻ എല്ലാം ആലോചിച്ചതിന് ശേഷം അവൻ സിംഹത്തിൻ്റെ അടുത്തേക്ക് നടക്കുന്നു. അങ്ങനെ അവൻ സിംഹത്തിൻ്റെ അടുത്തേക്ക് വരുന്നു. സിംഹം അവനെ തിന്നാനായിട്ട് ചാടിയത് നിർത്തൂ എന്ന് പറഞ്ഞു മുയൽ പറയുന്നു. അപ്പോൾ സിംഹം ചോദിക്കുന്നു, എന്താ എനിക്ക് നിന്റെ കഴിക്കാൻ കഴിയാത്തത്? അപ്പോൾ മുയൽ പറയുന്നു, ഞാനില്ലേ അവിടെ ഇല്ലേ ഒരു തങ്ങളെപ്പോലത്തെ ഒരു സിംഹത്തെ കണ്ടു. എന്നിട്ട് അവൻ പറഞ്ഞു, അവൻ തന്നേക്കാൾ വളരെ ശക്തിയുള്ളവനാണ്, അവനേക്ക് രണ്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ സിംഹം അസൂയ കാരണം അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ അവൻ അവൻ്റെ കൂട്ടുകാരനായ കടുവയെയും കൂടെ കൂട്ടുന്നു. എന്നിട്ട് സിംഹം ചോദിക്കുന്നു മുയലിൻ്റെ അടുത്തേക്ക്, എവിടെയാണ് ആ കിണർ? എന്നെ അവിടേക്ക് കൊണ്ടുപോകൂ. മുയൽ ശരി എന്ന് പറയുന്നു. എന്നിട്ട് അവർ കിണറിൻ്റെ അടുത്തേക്ക് എത്തുന്നു.